ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മലയാള സിനിമയിലെ അൺഫോർഗറ്റബിൾ വേൾഡ്സിന്റെ സൈലന്റ് ആർക്കിടെക്റ്റ് ആണ്. സൗദി വെള്ളക്കിയിലെ ലിവ്ഡ് ഇൻ റിയാലിസം മുതൽ പള്ളിച്ചട്ടമ്പിയിലെ പീരീഡ് ഗ്രാൻഡ്യൂർ വരെ കേരള സ്റ്റേറ്റ് അവാർഡ് വിന്നിംഗ് കോസ്റ്റ്യൂം ഡിസൈനർ മഞ്ജുഷ രാധാകൃഷ്ണൻ. വെൽക്കം മഞ്ജുഷ. മഞ്ജുഷ, ഈ കോസ്റ്റ്യൂം ഡിസൈൻ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം ഫീൽഡാണ്. അതായത് നമ്മൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ വർക്ക് ചെയ്യും അത്ര ഇൻവിസിബിൾ ആവും നമ്മൾ. പക്ഷെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ലൗഡാവും. പക്ഷെ ആരും എടുത്ത് നമ്മുടെ ആ ഒരു പെർഫെക്ഷനെ ചിലപ്പോൾ ഒരു നോർമൽ ലോകം നോർമലായിട്ട് കാണുന്ന പ്രേക്ഷകരെടുത്ത് പറയത്തില്ല. അപ്പോൾ അവിടെ ഒരു ഇൻവിസിബിലിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടോ? അത് നന്നായിട്ട് ഫീൽ ആവുന്ന എന്നും അതുണ്ട് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ. ബിക്കോസ് നമ്മളൊരു ഇപ്പോൾ ഒരു ക്രൗഡ് ഉള്ളൊരു വലിയൊരു പീരിയഡ് മൂവി ചെയ്തു, ഇപ്പോൾ റീസെൻ്റ്ലി പള്ളിച്ചട്ടമ്പി ചെയ്തപ്പോഴാണെങ്കിലും ഞാൻ പറയാം, അതിൽ നമ്മൾ 1000 പേർക്ക് ഒറ്റ ടൈമിൽ റെഡിയാക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എവറി ഡേ വി ഹാഡ് ക്രൗഡ് നിയർലി 500 എന്താ പറയുക, ജൂനിയർ ആർട്ടിസ്റ്റ് പ്ലസ് സബ് ആർട്ടിസ്റ്റും പിന്നെ മെയിൻ ആർട്ടിസ്റ്റ്, അങ്ങനെ വരുമ്പോഴത്തേക്കും 750 പേര് നിയർലി ഉണ്ടാവും എവറി ഡേ. അപ്പോൾ നമ്മളൊരു 10 പേര് ഉള്ളൊരു ക്രൂ ആയിരിക്കുന്നു എൻ്റെ കൂടെ ഉണ്ടാവുന്നത്. അതിൽ കൂടുതൽ ആൾക്കാരെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഓഫ് ദ ബഡ്ജറ്റ് ആൻഡ് ഓൾ ഓഫ് ദ മൂവി. അങ്ങനെ വരുമ്പം നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ അത് വളരെ, ബിക്കോസ് അത് കാണിച്ചു തരാം, ഈ 750 പേരെ റെഡിയാക്കിയതിനെക്കാട്ടിലും അതിലൊരു ചെറിയൊരു മിസ്റ്റേക്ക് ആയിട്ട് വരാൻ പോകുന്നത് ആ ഒരാൾക്ക് നമ്മൾ കണ്ടിന്യൂറ്റിയോ അല്ലെങ്കിൽ ചെയ്ത കാര്യം തെറ്റായാൽ അത് തീർച്ചയായിട്ടും വരും. പക്ഷെ അതിനെ ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയും കൂടെയാണ് ആക്ച്വലി. ബട്ട് ഈ അപ്പുറത്തുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അക്നോളജ്മെന്റ് കിട്ടുന്നുണ്ടോ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് അക്നോളജ്മെന്റ് കിട്ടുന്നുണ്ടോ? ഡെഫിനറ്റ്ലി ഇല്ല, അത്രയ്ക്കൊന്നും ഇല്ല. ബിക്കോസ് വെൻ നമ്മളൊരു വലിയൊരു അത്രയും വലിയൊരു ഇൻവെസ്റ്റഡ് മൂവിയിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അക്നോളജ്മെന്റ് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിനെ അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യുമ്പോഴായിരിക്കും അത് കിട്ടുക. അല്ലാണ്ട് നമ്മളെല്ലാവരും ഇൻവിസിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്, ഹീറോസ് ആണ് ബിഹൈൻഡ് ദ സീനിലുള്ള എല്ലാവരും. ഞാൻ കോസ്റ്റ്യൂം എന്ന് മാത്രം പറയില്ല, ആർട്ടാണെങ്കിലും ആർട്ട് അറ്റ്ലീസ്റ്റ് അതിനും കുറച്ച് മേളിൽ നിൽക്കുകയാണ്, മേക്കപ്പ് ആണ്. ബിക്കോസ് ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് മെയിനായിട്ട് ഒരു ക്യാരക്ടർ വരുന്നത് കോസ്റ്റ്യൂമിലും ദെൻ ദ മേക്കപ്പിലുമാണ്. യു കാൻ ജസ്റ്റ് ഗോ ആൻഡ് സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഓഡിയൻസ് ആൻഡ് സേ ദാറ്റ് ഇദ്ദേഹമാണ് കൃഷ്ണപിള്ള എന്ന് പറഞ്ഞാൽ മേ ബി രജിസ്റ്റർ ആവില്ല. കൃഷ്ണപിള്ള എന്ന ക്യാരക്ടറിന് നമുക്ക് അകത്ത് നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്യാരക്ടർ ഫോർമേഷൻ ഉണ്ട്. അത് ഡയറക്ടറിനും കൂടെ ആ വ്യൂ സിങ്ക് ആയാലേ നമുക്ക് ആ ക്യാരക്ടർ കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് മേക്കപ്പ് ആൻഡ് കോസ്റ്റ്യൂം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റണം ആക്ച്വലി. അത് ചെയ്യാൻ പറ്റുമ്പം ഒരു ചെറിയൊരു അക്നോളജ്മെന്റ് അല്ലെങ്കിൽ ചെറിയൊരു വാംത്ത് അവിടുന്ന് കിട്ടുക എന്ന് പറയുമ്പോൾ ദാറ്റ് ബൂസ്റ്റേഴ്സ് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യണം എന്നുള്ളൊരു ബൂസ്റ്റ് കിട്ടുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ആദ്യമായിട്ടെന്നല്ല ഒരു മൂവി തിയേറ്ററിൽ ഇരുന്ന് കാണുകയാണ്. അപ്പം മഞ്ജുഷ ഡിസൈൻ ചെയ്ത കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ടാണ് അവർ കോസ്റ്റ്യൂം ഡിസൈനർ ആയിരുന്നു. ആദ്യം തോന്നുന്ന ഫീല് ആ മൂവി ഒരു പ്രേക്ഷകയായിട്ട് ആസ്വദിക്കുകയാണോ അതോ അയ്യോ ഞാൻ ഡിസൈൻ ചെയ്ത കോസ്റ്റ്യൂം അയാളിൽ കൊള്ളാം, അല്ലെങ്കിൽ ആ ഒരു കോസ്റ്റ്യൂം ഡിസൈനറിന്റെ വ്യൂവിലാണോ, എന്ത് എക്സൈറ്റ്മെന്റ് ആണ്? ആസ് എ ടീം മെമ്പർ ഓഫ് ദാറ്റ് മൂവി ആയിരിക്കും ഞാനത് കാണുന്നത്. ബിക്കോസ് ഇപ്പോൾ എന്നെ വിശ്വസിച്ചൊരു ഡയറക്ടർ തന്ന ക്യാരക്ടറിന് ഞാൻ എന്താ പറയുക അത് ജസ്റ്റിസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ബിഗ് സ്ക്രീനിൽ നിന്ന് അത് കാണുമ്പോഴായിരിക്കും എനിക്ക് എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ കൂടെ നിൽക്കുമ്പോൾ എൻ്റെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഐ ഷുഡ് റെക്ടിഫൈഡ്. ബിക്കോസ് നമ്മുടെ നല്ലത് മാത്രമല്ല, നമ്മുടെ ചീത്തയും നമ്മുടെ തെറ്റുകളും നമ്മൾ അവിടെ വെച്ചായിരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി മച്ച് ബെറ്റർ ടു ഗ്രോ ആക്ച്വലി. അപ്പം എനിക്ക് എപ്പോഴും ഞാൻ ഒരു മൂവി ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ആ ക്യാരക്ടേഴ്സിൻ്റെത് ഞാൻ എപ്പോഴും ആസ് എ ടീം മെമ്പർ, ആസ് എ ഡിസൈനർ, ഡിഡ് ഐ ഡു ദ ജസ്റ്റിസ് ടു ദ ഡയറക്ടർ ആൻഡ് ദ ക്യാരക്ടർ എന്നതാണ് ഞാൻ ആദ്യം നോക്കുന്നത് ആക്ച്വലി. LLB ഒരു വർഷം, സ്വിറ്റ്സർലൻഡിലെ ഒരു ലൈഫ്, അവിടെ ഒരു ക്ലോത്ത് സ്റ്റോർ, പിന്നെ കൊച്ചിയിലേക്ക് വരുന്നു, ഇവിടെ മൂവീസിലേക്കും കോസ്റ്റ്യൂം ഡിസൈനറായിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്നു. ആലോചിക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേൾഡിൽ നിന്നും ഒരു ഡിഫറെൻറ്റ് പാത്ത് സ്വീകരിച്ചു. ലൈക്ക് വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസസ് ഫ്രം ഓൾ ദിസ്? Truly it's a calling, I'll say actually, because I shifted to Europe in a very young age actually. LLB first year ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ my marriage was fixed and all, and at the same time my mother was also getting ill actually. That is the main reason that they want me to get settled in life. അപ്പോൾ ആ ഡെസിഷൻ എനിക്ക് നോ പറയാനും പറ്റത്തില്ലായിരുന്നു ബിക്കോസ് ഐ വാസ് എ സിംഗിൾ ഡോട്ടർ ആക്ച്വലി. അവർക്ക് ഒറ്റ മോളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നോ പറയാനും പറ്റത്തില്ല. ഈവൻ ദോ ഷീ വാസ് എൻ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ, ബട്ട് ആ ഒരു നമ്മുടെ സൊസൈറ്റി നോം അല്ലെങ്കിൽ ഫാമിലി നോമിൽ നിൽക്കുന്നത് കൊണ്ട് അവർക്കൊരു പ്രഷർ ഉണ്ടായിരുന്നു. അപ്പോൾ ഐ സെഡ് യെസ് ടു ദാറ്റ്. ബട്ട് എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഞാൻ പറഞ്ഞു ഞാൻ കല്യാണത്തിന് ഓക്കെ പറയാം, ബട്ട് ഐ വോണ്ട് ടു പെർസ്യൂ സംതിങ് എൽസ്.
ആക്ച്വലി വിൽ യു ജസ്റ്റ് ലെറ്റ് മീ ഡു ദാറ്റ് ആക്ച്വലി. അങ്ങനെ ചോദിച്ചപ്പോഴാണ് ഷീ ജസ്റ്റ് റിയലി ഫെൽറ്റ് ലൈക്ക് യാ ലെറ്റ് ഹർ ഡു വാട്ട് ഷി വോണ്ട് ഡു എന്നാണ്. ബിക്കോസ് എനിക്ക് ഫാഷൻ ഡിസൈനിങ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, കുഞ്ഞിലെ തൊട്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. LLB വാസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് ഞാൻ, പക്ഷെ ഇപ്പം എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ, പഠിക്കാൻ പറ്റിയാൽ നന്നായിരുന്നു LLB കൂടെ. ബിക്കോസ് ഒരു വുമൺ ക്യാൻ ഡു മൾട്ടി തിങ്സ് ആക്ച്വലി ശരിക്കും. അപ്പം ഇപ്പോഴെനിക്കൊരു ചാൻസ് കിട്ടിയാൽ മേ ബി ഐ ഡു, ബട്ട് എൻ്റെ വേറെ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് കൊണ്ട് ഐ വോണ്ട് ഡു. അങ്ങനെയാണ് ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ തീരുമാനിക്കുന്നതും ലൈക്ക് എനിക്ക് ഓപ്പർച്യൂണിറ്റി ഞാൻ ചോദിച്ചത് കിട്ടുന്നതും. പിന്നെ യൂറോപ്പിൽ പോയതെന്ന് പറഞ്ഞാൽ എൻ്റെ ലൈക്ക് ഫാമിലി എല്ലാം റിലേറ്റഡ് ടു ദർ ആൻഡ് സ്വിറ്റ്സർലാൻഡിലായിരുന്നു. അവിടെ ഞങ്ങൾക്കൊരു സ്റ്റോർ ഉണ്ടായിരുന്നു ആക്ച്വലി ബേണിൽ. അവിടെ ഞാൻ ഡിസൈനിങ് ഫാക്കൽറ്റി ആയിട്ട്, അതായത് ഒരു ഇന്ത്യൻ സ്റ്റോർ വി ഹാഡ് ആക്ച്വലി, വെയർ വി ഹാഡ് ഓൾ ശ്രീലങ്കൻസ്, മലേഷ്യൻസ് ആൻഡ് ഓൾ ക്ലയൻസ് വി ഹാഡ്. ദേ നീഡ് എ ഡിസൈനർ. സോ ഐ ഡിഡ് എ വർക്കിംഗ് പാർട്ട്ണറായിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്തു. പിന്നെ എനിക്ക് മൂവി എക്സൈറ്റ് ചെയ്തുകൊണ്ട്, എന്ന് വെച്ചാൽ നാട് എന്നെ എപ്പോഴും എക്സൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആക്ച്വലി. ഓൾ ഐ വുഡ് ലവ് ടു ഡു ഇസ് വാച്ചിങ് മൂവീസ് ആണല്ലോ. അപ്പം ഞങ്ങൾക്ക് അന്ന് ഇന്ത്യൻ മൂവീസ് ഒക്കെ കിട്ടുന്നത് സദാഫിൻ്റെ ഒരു CD മാത്രമേ കിട്ടുള്ളൂ, പാകിസ്ഥാനിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ഒരു ട്രഷർ എന്ന് പറയുന്നത്. സോ ദർ ഇസ് നോ അതർ മലയാളം തമിഴ് മൂവീസ് ഒന്നും അന്ന് അവിടെ കൂടുതലില്ല. ഐ മീൻ ഹാഫ് തമിഴ് ആൻഡ് ഹാഫ് മലയാളി. സോ ഐ വുഡ് ലവ് ടു വാച്ച് ബോത്ത് ദ ലാംഗ്വേജസ്. ദെൻ ഐ യൂസ് ടു ടോക്ക് ടു ലൈക്ക് എൻ്റെ കസിൻസിനോടൊക്കെ സംസാരിക്കാൻ മൂവി കാര്യങ്ങളും ഇതൊക്കെ വന്നപ്പോൾ then I decided after 7 years of the time, like, you know, enough of this European life. I'm done with it and I have to come back and pursue what I want to do actually. So I took a break. I came. It was not a very easy path actually, because being from നമ്മളൊരു ഫാമിലി ലാൻഡ് ചെയ്യേണ്ടി വരും, കുറേ കാര്യങ്ങളുണ്ടാവും. തിരിച്ചു വന്ന് ഇവിടെ വന്നപ്പോഴും I didn't had much contacts and all. I have a cousin and he gave me this energy, like, you know, ചെയ്യാൻ പറ്റുമെന്ന്. Because of him I got another connections and all. Tobin Thomas, and he's a kind of a soul sibling actually. He's a cinematographer actually. അപ്പോൾ അങ്ങനെ ഞാനും ടോബിനും കൂടെ വിധു ചേച്ചിയുടെ കുറേ ആഡ്സ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ ഇവിടുത്തെ നമ്മുടെ എന്താ പറയുക, ചോറ്റാനിക്കരയിലൊരു സ്കൂളുണ്ട്, ഗ്ലോബൽ പബ്ലിക് സ്കൂൾ എന്ന്. അവർക്ക് വേണ്ടിയിട്ട് ശങ്കർ മഹാദേവൻ്റെ മ്യൂസിക് കൺസേർട്ടിന് 950 ഡ്രസ്സസ് ഡിസൈൻ ചെയ്തു. ഇൻഡിവിജ്വൽ ആയിട്ടാണ്, ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വൽ ഇതാണ്. അതൊരു ഹ്യൂജ് ആയിട്ടുള്ള എനിക്കൊരു പോസിറ്റീവ് അപ്രോച്ച്. ഓക്കെ, ഐ ക്യാൻ സസ്റ്റെയിൻ ഹിയർ വിത്ത് മൈ കേപ്പബിലിറ്റി എന്ന്. ആ ഒരു ചെറിയൊരു സ്പാർക്കാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത്. പിന്നെ ചേച്ചിയുടെ കൂടെ കുറേ ആഡ്സ് ചെയ്തപ്പം ഐ തിങ്ക് സോ ഷീ സെഡ് ദാറ്റ് യു നോ ഷീ ഫൗണ്ട് മീ ജെന്യൂൻ ആൻഡ് ഷീ സെഡ് ആദ്യത്തെ മൂവി നിനക്കായിരിക്കും ഞാൻ തരുന്നേ എന്ന് പറഞ്ഞു. അത് കഴിയുമ്പോൾ പിന്നെ സ്റ്റാൻഡപ്പ് കിട്ടി. അതിനു മുമ്പ് ഞാനൊരു മൂവി ചെയ്തിരുന്നു, സകല കലാശാല എന്നാണ് പേര്. അത് ആക്ച്വലി ഇറ്റ് വാസ് ഫോർ മീ, എനിക്കൊരു സകല കലാശാലയായിരുന്നു. എൻ്റെ മൂവി എന്താണ്, മൂവി ഇൻഡസ്ട്രി എന്താണ്, നമ്മൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നു. മൂവി ഇൻഡസ്ട്രി ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഹൗ വി have to behave, how we have to approach with the like, you know, artist and all. എന്താണ് സിനിമ ഇൻഡസ്ട്രി എന്ന് അറിയാനായിട്ട് ഞാൻ അവിടെ ഒന്ന് ജസ്റ്റ് ഒരു മൂവി ചെയ്തു. ഇറ്റ്സ് നോട്ട്, എനിക്ക് അതുകൊണ്ട് അത് എൻ്റെ മൂവിയാണെന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് വാസ് നോട്ട് മൈ ഫസ്റ്റ് മൂവി. സ്റ്റാൻഡപ്പ് ആണ് എൻ്റെ ഫസ്റ്റ് മൂവി ആക്ച്വലി. എനിക്കൊന്ന് ഓൺ സ്ക്രീനിൽ നിന്നാണ് പിന്നീട് ഒരു കോസ്റ്റ്യൂം ഡിസൈനിങ്ങിലേക്ക് അത് ആക്ച്വലി ഞാനപ്പം ഇതുപോലെ പരിചയപ്പെടുമ്പോൾ, എൻ്റെ ബ്രദർസും ഒക്കെ പരിചയപ്പെടുമ്പോൾ ദേ ആസ്ക് മീ ലൈക്ക് യു ക്യാൻ ആക്ട്, why can't you act? നല്ല കട്ട ഗ്ലാമറും ആണല്ലോ. അല്ല അങ്ങനെയല്ല, താങ്ക് യു. ബട്ട് എനിക്ക് അങ്ങനെ ആക്ടിങ് ഇഷ്ടമാണെന്ന് വെച്ചാൽ കുഞ്ഞിലേക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ വന്ന പേർപ്പസ് എന്ന് പറയുന്നത് എനിക്ക് എന്നെ എക്സൈറ്റ് ചെയ്യുന്ന ഈ സ്ട്രഗിൾസ് ആണ് ആക്ച്വലി. യു നോ ഹൗ ലൈക്ക് യു നോ ദ ബാക്ക് സ്റ്റേജിലുള്ള റഷും ഹറിയും ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് ഒരു ടീം ചെയ്യുന്ന ഒരു ഹറി ആയിട്ടുള്ള കാര്യങ്ങളുള്ളൂ. ഓൺ സ്ക്രീനിൽ ഈ മോണിറ്റർ ചെയ്യുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. ദാറ്റ് എക്സൈറ്റ്സ് മീ ആക്ച്വലി ശരിക്കും. അപ്പം എനിക്ക് ഒരു മൂവി ഇന്ന് അല്ലെങ്കിൽ നാളെ എനിക്കൊരു മൂവി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് ആക്ടിങ് എനിക്ക് ഇപ്പോഴത്തേക്ക് വേണ്ട. ലൈക്ക് നല്ലൊരു സ്ഥാനം കിട്ടിയാൽ മേ ബി ഞാൻ ചെയ്യുമായിരിക്കാം, ബട്ട് ഇപ്പോഴത്തേക്ക് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാണ്. 1-2 ചെറിയ ജസ്റ്റ് ഒരു ഫേസ് കാണിച്ചിട്ട് ഐ തോട്ട് അങ്ങനെ കാണിക്കുമ്പോഴെങ്കിലും നെക്സ്റ്റ് മൂവിയിൽ എനിക്ക് കോസ്റ്റ്യൂം ചെയ്യാൻ പറ്റണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്തത് ആക്ച്വലി. അല്ലാണ്ട് എനിക്ക് ആക്ടിങ് ഇപ്പോഴും എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിക്കുന്നില്ല. ഐ വുഡ് ലവ് ടു ഡയറക്റ്റ് എ മൂവി ആൻഡ് എൻ്റെ കോസ്റ്റ്യൂമിൽ തന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യണം. അതാ സൗദി വെള്ളക്കയുടെ സ്ക്രിപ്റ്റ് ആദ്യം വായിച്ചപ്പോൾ അതൊരു കോസ്റ്റ്യൂംസ് എന്നതിനേക്കാൾ അപ്പുറം ഒരു ടർക്കിഷ് മൂവിയുടെ ഒരു
കളർ പാലറ്റിലേക്ക് പോകുന്നു, ഒരു ടർക്കിഷ് സീൻ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഞാനൊന്ന് വായിച്ചു ഒരിടത്ത്. അത് ആക്ച്വലി ആദ്യം പറഞ്ഞപ്പോൾ അങ്ങനെ ഫീൽ ഉണ്ടായിരുന്നില്ല. ലൈക്ക് ജാവ ചെയ്യുമ്പോൾ തന്നെ തരുൺ അടുത്ത പടം ചെയ്യാനുള്ള പ്രിപ്പറേഷനിലായിരുന്നു. സോ വൈൽ വി ട്രാവൽ ആൻഡ് ഓൾ ഹി യൂസ് ടു ഡിസ്കസ് ആക്ച്വലി അബൌട്ട് ദ മൂവി ആൻഡ് ഓൾ. ബട്ട് സ്ക്രിപ്റ്റ് വന്നപ്പോഴാണ് സ്ക്രിപ്റ്റിന് എപ്പോഴും ഒരു എന്താ പറയുക ഒരു ക്യാരക്ടർ ഉണ്ടാവും. ആ ഹോൾ സ്ക്രിപ്റ്റിന് ഒരു ഇതുണ്ടാവും. ആക്ച്വലി സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എപ്പോഴും ടർക്കിഷ് മൂവീസ് ഭയങ്കര രസമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അതിൻ്റെതായിട്ടുള്ളൊരു കളർ പാലറ്റ്സും അതിൻ്റെതായിട്ടുള്ളൊരു ഇതുണ്ട് ആക്ച്വലി, അതിൻ്റെ ഒരു ഭംഗിയുള്ളൊരു. അത് വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീല് കിട്ടിയത്. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് കംപ്ലീറ്റ്ലി അത് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ബിക്കോസ് അത് ഇന്ത്യയിൽ എടുക്കുന്ന, കേരളത്തിൽ സൗദി എന്ന സ്പേസിൽ എടുക്കുന്നത് കാരണം അത് കംപ്ലീറ്റ്ലി നമുക്ക് അങ്ങനത്തെ ഒരു പാലറ്റ്സിലോട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് കുറെ ഫ്രെയിംസും കുറെ കാര്യങ്ങളും ഒത്തുവരും. ലൈക്കിനോ DOPയുടെ ഒരു ഫ്രെയിം ആണെങ്കിലും ആർട്ടും കോസ്റ്റ്യൂമും ഒക്കെ ഒത്തു വരുമ്പോഴത്തേക്കും ആ ഒരു പാലറ്റ് അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബിക്കോസ് സൗദി എന്ന സ്പേസിന് അങ്ങനത്തെ ഒരു ഇതുണ്ട് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ. ഞാൻ അവിടെയൊക്കെ നേരിട്ട് പോയി കണ്ടിട്ട് വന്നാൽ നമ്മൾ ചെയ്ത്. ബിക്കോസ് അവരുടെ ലുങ്കിയും അവരുടെ പ്രിന്റ്സും ഒക്കെ ഡിഫറെൻ്റ് ആണ്, അവർ യൂസ് ചെയ്യുന്ന രീതിയൊക്കെ. അതുകൊണ്ടാണ് എനിക്കത് വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീല് കിട്ടിയത് ശരിക്കും. അതെ, അതും ഞാൻ വായിച്ചു. പ്ലേസ് നേരിട്ട് പോയി വിസിറ്റ് ചെയ്തു, വായിച്ചു നോക്കാതെ അവിടെ പോയി എല്ലാം ഒന്ന് കണ്ടറിഞ്ഞു. പിന്നെ ക്ലോതിങ്സ് ആണെങ്കിലും മൾട്ടിപ്പിൾ ടൈംസ് ബ്ലീച്ച് ചെയ്ത് അതിലേക്ക് എത്തി എന്നതൊക്കെ ഞാൻ ഓരോ ക്യാരക്ടറും അല്ലെങ്കിൽ ഓരോ മൂവീസും ചെയ്യുമ്പോൾ അതിനെടുക്കുന്ന ആ ഒരു സ്ട്രെയിൻ ഭയങ്കര കൂടുതലല്ലേ. ഓരോ ഇപ്പം അതിൽ അഭിനയിച്ച അമ്മയ്ക്ക് എല്ലാ മെറ്റീരിയൽസും സൂട്ട് ആവത്തില്ല. ബിക്കോസ് നമുക്ക് പ്രിന്റ് വേണം. പക്ഷെ ലോക്കൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അത്. സാധാരണമായിട്ടും നമ്മുടെ ഇടയിലൊക്കെ ജീവിക്കുന്ന ഒരു സാധാരണക്കാരിയായ ഒരു ക്യാരക്ടറാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അവിടുന്നും ഹാൻഡ് പിക്ക് ചെയ്ത് മേടിച്ചങ്ങ് ഒന്ന് വാഷ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ അവർക്ക് റാഷസ് വരും, അലർജിയാണ്, വളരെ അലർജിക് ആയിട്ടുള്ള ഒരു സെൻസിബിൾ സ്കിന്നാണ്. സോ വാട്ട് വി പ്ലാൻഡ് ലൈക്ക് അപ്പൊ കോവിഡിന്റെ ടൈമും കൂടെയാണ്. എക്സ്ട്രാ കെയർഫുൾ ആയിട്ടിരിക്കേണ്ട ഒരു സമയം. കോവിഡ് ഒന്ന് ചെറുതായിട്ട് മാറി അങ്ങനെ നിൽക്കുന്ന സമയമാണ്. ആൻഡ് ഷീ ഈസ് ഏജ്ഡ് ഓൾസോ, ലൈക്ക് വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദാറ്റ് തിങ് ഓൾസോ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പ്ലെയിൻ കോട്ടൺസും വോയിൽസും ഒക്കെ മാറ്റിയിട്ട് പ്ലെയിൻ കോട്ടൺസ് എടുത്തിട്ട് ഈ പ്രിന്റുകളെ നമ്മൾ അതിലോട്ട് കൊണ്ടുവരാൻ നോക്കി. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ മേടിക്കുമ്പോൾ എപ്പോഴും സിന്തറ്റിക്കും ഒക്കെ മിക്സ്ഡ് ആയിരിക്കും ആക്ച്വലി. അപ്പം അങ്ങനത്തെ ഇതല്ലാണ്ട് നമ്മൾ യാർഡ് നോക്കിയിട്ടാണ് നമ്മൾ കോട്ടൺസ് എടുക്കുന്നത്, നല്ല കോട്ടൺ. അപ്പം അങ്ങനെ എടുത്തിട്ടാണ് നമ്മളത് ചെയ്തത്. ആൻഡ് ഓർഗാനിക് വേ തന്നെ അമ്മയ്ക്ക് മാത്രം ഓർഗാനിക് വേ തന്നെ നമുക്കത് ഡൈ ചെയ്യേണ്ടി വന്നു. ബിക്കോസ് മറ്റുള്ളവരെയൊക്കെ ലൈക്ക് വി യൂഷ്വൽ നമ്മുടെ പ്രോസസ്സിൽ തന്നെ ചെയ്യും. അമ്മയ്ക്കുള്ളത് മാത്രം അങ്ങനെയാണ് ചെയ്യേണ്ടി വന്നത്. ആ ഒരു പെർഫെക്ഷൻ എനിക്ക് തോന്നുന്നു ആ ഒരു ക്യാരക്ടർ ഇപ്പം നമ്മൾ തിരിഞ്ഞു നോക്കും. ഇപ്പോൾ ഒരു നോർമൽ വ്യൂവർ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അത് ആ പെർഫെക്ഷനിൽ അങ്ങ് ക്യാരക്ടറിൽ കണ്ടുപോയി. പക്ഷെ ഇപ്പം നമുക്ക് നോക്കുമ്പോൾ അത് കുറെ കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ അകത്തുള്ള ആ ഒരു ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ആക്ച്വലി. ആസ് എ ഡിസൈനർ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ്. അങ്ങനെ ഒരു കാര്യം നമ്മൾ കരുതുക എന്നുള്ളത്, കെയർ ചെയ്യുക എന്നുള്ളത്. ബിക്കോസ് ഒരാളെ വിശ്വസിച്ചൊരു പ്രൊഡക്ഷൻ കമ്പനി വരുന്നു, അയാളുടെ കഥയെ വിശ്വസിച്ച് അതിന് വേണ്ടിയിട്ട് ഒരു ക്യാരക്ടർ ചെയ്യാൻ ഒരു ആർട്ടിസ്റ്റ് വരുന്നു, അവർ നമ്മളെ ഏൽപ്പിക്കുന്ന ചില കാര്യങ്ങൾ അത് നമ്മൾ റെസ്പോൺസിബിളായിട്ട് ചെയ്താലേ ദിസ് ഒരു ടീമാണ്, വി ഓൾ ആർ എ ടീം. സോ അതിന് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ്സ് ദ തിങ്. നമ്മുടെ സത്താർ ആയിഷയുടെ മകന് ഒരു ഐഡൻറ്റിറ്റി ഇല്ല. പക്ഷെ ആ ഐഡൻറ്റിറ്റിയെ നമ്മൾ എങ്ങനെയാണ് അത് സ്ക്രീനിൽ കാണിച്ചതെന്ന് വെച്ചാൽ ഭയങ്കര ലൂസായിട്ടുള്ള ചെക്ക് ഷർട്ട് ഉപയോഗിച്ചൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക, ഓരോ ക്യാരക്ടറിനും ഇങ്ങനെയുള്ള ഒരു കോസ്റ്റ്യൂം വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് ആയിരിക്കും, ഇങ്ങനെയാണ് നമ്മൾ സ്യൂട്ട് ചെയ്യേണ്ടത്, ഇത് വന്നു കഴിഞ്ഞാൽ സ്ക്രീനിൽ ബെറ്റർ ആയിരിക്കും. അത് ഒരു ക്യാരക്ടർ, ഒരു സ്ക്രിപ്റ്റ് കേൾക്കുന്ന തൊട്ട് ഒരു ക്യാരക്ടറിനെ പ്ലേസ് ചെയ്ത് ആ ക്യാരക്ടറിൻ്റെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് ക്യാരക്ടർ ക്യാമറയ്ക്ക് മുന്നിൽ എത്തുമ്പോൾ തൊട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സ് എന്താണ്? എത്തിക്കഴിഞ്ഞിട്ടുള്ള തോട്ട് പ്രോസസ് ആണ് എത്തുന്ന ജേർണി. ആ ഒരു ജേർണി ഡെഫിനറ്റ്ലി അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. ഏതൊരു ഡിസൈനറിനും വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഫാഷൻ ഇൻഡസ്ട്രി അല്ല ഫിലിം ഇൻഡസ്ട്രി എന്ന്. ഫാഷൻ ഇസ് വേർ വി ക്രിയേറ്റ് ആൻഡ് വി ഡെലിവർ ദ തിങ്സ്. ആക്ച്വലി ഇവിടെ നമ്മൾ ക്യാരക്ടറിനെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഉണ്ടാക്കാനായിട്ട് നമ്മളിടുന്ന ഒരു ഡിസൈനാണ് അവിടെ മാറ്റർ ചെയ്യുന്നതും പാറ്റേൺ ആണ് അവിടെ മാറ്റർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളൊരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് അതിനുള്ളൊരു ലൈക്ക് സെൻസ് ഉണ്ടാവണം. ആ സെൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ക്യാരക്ടർ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം, ക്യാരക്ടറെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. ആ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിരുന്ന് ഡയറക്ടറായിട്ട് ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മളൊരു സ്കെച്ച് കൊടുക്കും അവർക്ക് ആക്ച്വലി. സോ ഇതാണ് എൻ്റെ മനസ്സിൽ സത്താർ ഇങ്ങനെയാണ് വേണ്ടത്, സത്താറിൻ്റെ ക്യാരക്ടർ. ബിക്കോസ് ഹീസ് എ വെരി കൺഫ്യൂസ്ഡ് പേഴ്സൺ. ഹി ഡസൻ ഹാവ് എനി ഐഡന്റിറ്റി ഇല്ലാത്തതല്ല അയാളുടെ പ്രശ്നം. ഐഡന്റിറ്റി ഉണ്ടെങ്കിലും അയാൾക്ക് അറിയത്തില്ല ഈ സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഈ ഐഡന്റിറ്റി ഞാൻ പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ നിന്നാൽ എന്താകും എന്നുള്ളൊരു ആ ഒരു കൺഫ്യൂഷൻ
കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരാളാണ്. ഷാബി ആയിട്ടുള്ള ഒരു മനസ്സും ഷാബി ആയിട്ടുള്ളൊരു എന്താ പറയുക രൂപവും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ, മീൻസ് രൂപത്തിന്റെ അല്ല മീൻസ് ഫേസിലല്ല, ഹീ ഈസ് വെരി ഷാബി. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ച് അങ്ങനത്തെ ഒരു ചെക്സും അങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ നമുക്ക് തോന്നുക ഹീസ് ദാറ്റ് ക്യാരക്ടർ. അങ്ങനെ ഞാൻ ചെയ്തത് ഓരോ ക്യാരക്ടറും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഓരോ ക്യാരക്ടറും ഡിസേർവ് ചെയ്യുന്നതായിട്ടുള്ള ഒരു പാറ്റേൺസും ഡിസൈൻസും എല്ലാ ക്യാരക്ടേഴ്സിനും ഉണ്ട്. ആദ്യം ഒരു വിഷ്വലൈസേഷൻ നമ്മുടെ ഉള്ളിൽ തന്നെ വേണം. ഡെഫിനറ്റ്ലി. ഇത് ആരും നമുക്ക് പറഞ്ഞു തരുന്നതോ അല്ലെങ്കിൽ ഇന്നത് വേണം എന്ന് പറയുന്നതോ അല്ല ആക്ച്വലി. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അത് സ്കെച്ച് ചെയ്ത് കഴിഞ്ഞ് ഡയറക്ടറിൻ്റെ അടുത്ത് ഇരിക്കും. ഡയറക്ടർ ഇരിക്കുമ്പോൾ ഡയറക്ടർ ഇത് കൊള്ളാം അല്ലെങ്കിൽ ഡയറക്ടറിന്റെ ഒപ്പീനിയനും കൂടി ഇടും അതിൽ. അത് കഴിഞ്ഞിട്ടാണ് ദാറ്റ് ക്യാരക്ടർ കംസ് ആക്ച്വലി. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വായിച്ചതാണ് ഒരിടത്ത്, ഒരു സാരി 7 പ്രാവശ്യം ബ്ലീച്ച് ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പം ആ ഒരു ക്യാരക്ടറിന്റെ പെർഫെക്ഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടും ആ ഒരു ഷെയ്ഡ് മാച്ച് ചെയ്യാനൊക്കെ. അപ്പോൾ ഡയറക്ടർ ചിലപ്പോൾ പറയുന്നത് ഇങ്ങനെ ഒരു ക്യാരക്ടർ എന്നുള്ളതായിരിക്കും, പക്ഷെ അത് എങ്ങനെയാണ് അത്രയും ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഹാർഡ് വർക്ക്, പിന്നെ ആ ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാം വെച്ചിട്ട് നോക്കുമ്പോൾ എന്താണ്, വാട്ട് ഈസ് യുവർ ഫീൽ ബിഹൈൻഡ് ദാറ്റ്? ഇതെല്ലാം കഴിഞ്ഞ്, കാരണം ഓഡിയൻസ് ആയിട്ടുള്ള നമ്മളിതൊന്നും അറിയുന്നില്ല, നമ്മൾ ഇതിന് പിന്നിൽ ഒന്നും കാണുന്നില്ല. ഒരാൾ വരുന്നു, ഒരു പഴയ രീതിയിൽ തോന്നുന്ന ഒരു അല്ലെങ്കിൽ ഒരു പഴമ തോന്നുന്ന ഒരു വസ്ത്രം ധരിച്ചിരിക്കുന്നു. ഇതിൻ്റെ ആ ഒരു രണ്ടിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് ഭയങ്കര ഹ്യൂജ് അല്ലേ, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും ഓഡിയൻസ് കാണുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റും. അപ്പോൾ അതൊരു ഡിസപ്പോയിൻമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഡിസപ്പോയിൻമെന്റ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവണം, നമ്മൾ ഹാപ്പി ആവണം. നമ്മൾ ചെയ്യുന്ന ഏത് കാര്യത്തിലാണെങ്കിലും അൺലെസ് യു വോണ്ട് ബി ഹാപ്പി വി കാൺ ഡെലിവർ ഇറ്റ് ആക്ച്വലി. സോ ആ ഒരു ക്യാരക്ടറിനെ ഞാൻ കാണുന്ന രൂപം അങ്ങനെയാണ്, ആ രൂപം എനിക്ക് വരുത്തി തീരുന്നവരിക്കും ഐ വിൽ വർക്ക് ഫോർ ഇറ്റ്. ദാറ്റ് ഈസ് മൈ പോളിസി ആക്ച്വലി, ദാറ്റ് ഈസ് മൈ ബിലീഫ് ആക്ച്വലി. എനിക്ക് സാറ്റിസ്ഫൈഡ് ആവണം. ഞാനൊരു പെയിന്റിങ് വരയ്ക്കുകയാണെങ്കിലും ഒരു സ്കെച്ച് വരയ്ക്കുകയാണെങ്കിലും ഇഫ് ദാറ്റ് ഇമോഷൻസ് ഐ ക്യാരി ഓൺ മൈ ഫേസ് ഓൾസോ ആക്ച്വലി. ആ വരയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഇമോഷൻസും മാറും ബിക്കോസ് ഡെലിവറിങ് ദാറ്റ് ഓൺ ദ ക്യാൻവാസ് ആക്ച്വലി. അതുപോലെയാണ് നമ്മളൊരു ക്യാരക്ടറിന് കോസ്റ്റ്യൂം ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് അണ്ടിൽ ആൻഡ് അൺലെസ് എനിക്കറിയുന്ന ഈ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കണം എന്ന് എനിക്ക് വിഷ്വലി കിട്ടുന്ന വരയ്ക്കും നമ്മളത് ചെയ്യും ആക്ച്വലി. അതിന് ചെയ്യാൻ കാരണം സൗദി വെള്ളയ്ക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞത് ഓർഗാനിക് ബ്ലീച്ചിങ് ആണ് നമ്മൾ ചെയ്തത്. നമുക്ക് നോർമൽ ബീച്ച് ആണെങ്കിൽ നമുക്ക് 2 പ്രാവശ്യത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, 3ാമത്തെ പ്രാവശ്യത്തിൽ അങ്ങനെ ക്വാളിറ്റി ഇതിൽ കിട്ടും. ബട്ട് നോർമലി ഓർഗാനിക് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ആണ് നമുക്ക് ചെയ്യുന്നതിനും പ്രോസസ്സിങ്ങിനും. അപ്പോൾ അത് 7 times ഒക്കെ ചെയ്താലായിരിക്കും ചില സമയത്ത് നമുക്ക് വേണ്ട ഒരു ക്യാരക്ടർ ലുക്ക് കിട്ടുന്നത്. അതാണ് ഈ ഒരു, അതായത് നമ്മുടെ ഈ ഫീൽഡിലുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി ഒരു റെക്കഗ്നേഷൻ കിട്ടണം, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? Yeah, still now I feel that actually, yeah, because the unsung heroes are, we all are the unsung heroes actually. ശരിക്കും പറഞ്ഞാൽ പടം എന്ന് പറയുന്നത് പ്രീ പ്രൊഡക്ഷൻ തൊട്ട് ഞങ്ങളുടെ ജേർണി തുടങ്ങുവാണ്. ശരിക്കും പറഞ്ഞാൽ ലൈക്ക് ഷൂട്ട് ഇപ്പോൾ ഒരു 30 to 45 days ആണ് ഷൂട്ടെങ്കിൽ വി ഹാവ് ദറ്റ് പ്രീ പ്രൊഡക്ഷൻ ടൈം ലൈക്ക് 20 days അല്ലെങ്കിൽ 25 days. നല്ല വർക്ക് ഉള്ളതാണെങ്കിൽ അന്നോട്ട് നമ്മളതിന് ഒരു ഭാഗമായി കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ പള്ളിച്ചട്ടം പിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഐ ജോയിൻ ദ ടീം ഇൻ 2024 December ആൻഡ് അത് അന്ന് തൊട്ട് ഞാൻ ആ ജേർണിയിലുണ്ട്. ഷൂട്ട് കഴിയുന്നത് ഞങ്ങൾക്ക് 2026 ഫെബ്രുവരിയിലാണ്. സോ ഇറ്റ്സ് ബീൻ ലൈക്ക് എ പാർട്ട് ഓഫ്, നമ്മളെല്ലാവരും എന്നും കാണുന്നു, ഒരു 1.5 വർഷമായിട്ട് അങ്ങനെയാണ്. അപ്പോൾ ഏതൊരു മൂവിയിലും ലൈക്ക് വാട്ട് ഐ ഫീൽ ഇറ്റ്സ് നോട്ട്, എല്ലാവരെയും പറയുന്നതല്ല, ഞാൻ പറയുന്നത് അതൊരു ഫോർമേഷനായിട്ട് പോയാൽ വളരെ നന്നായിരിക്കും. അതായത് ആ സമയം തൊട്ടുള്ള നമ്മൾ ഈ പടം കഴിയുമ്പോൾ ലൈക്ക് ജസ്റ്റ് ഇൻവിസിബിൾ ആയി പോകും ആക്ച്വലി. ശരിക്കും പറഞ്ഞാൽ യു കാൺ ജസ്റ്റ് സീ എനി വൺ ലൈക്ക് യു നോ സിറ്റ് ആൻഡ് ടോക്ക് അബൌട്ട് ദ കോസ്റ്റ്യൂംസ് ഓർ ദ പ്രോസ്തറ്റിക് ആയിട്ടുള്ള മേക്കപ്സ് ആണെങ്കിലും അതിനെപ്പറ്റിയൊക്കെ ഒരു ഡിസ്കഷന് നമ്മളൊന്നും ഒരു റൗണ്ട് ടേബിൾസിൽ നമ്മൾ ഉണ്ടാവത്തില്ല. അപ്പോൾ അത് മാറണം ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ. ബിക്കോസ് ഒരു ഡയറക്ടർ ആഗ്രഹിക്കുന്ന ഇപ്പം ടിൻഡു ഒരു ഡയറക്ടർ ആണെങ്കിൽ ഡയറക്ടർ ആഗ്രഹിക്കുന്ന ക്യാരക്ടർ നമ്മൾ തരുന്നുണ്ടെങ്കിൽ വി ഡിസേർവ് ദാറ്റ് അക്നോളജ്മെന്റ് ഓൾസോ. ഐ ബിലീവ് ഇൻ ദാറ്റ് ആക്ച്വലി. ബിക്കോസ് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് ഞങ്ങളെയും വളരെ എന്താ പറയുക ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് വി ഓൾ വോണ്ട് എ ഗ്രോ ഇൻ അവർ ലൈഫ് വിത്ത് അവർ പ്രൊഫഷൻ, റൈറ്റ്? ഇനി കുറച്ച് ഇൻസൈഡ് സെറ്റിലേക്കുള്ള കുറച്ച് ജേണിയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ പുറം ലോകത്തിന് അതൊരു ഭയങ്കര ഒരു ഗ്ലാമർ ലോകമാണ്. പക്ഷേ ആസ് എ കോസ്റ്റ്യൂം ഡിസൈനർ അല്ലെങ്കിൽ ഇതിൻ്റെ പാർട്ടായിട്ട് ഈ മൂവീസിൻ്റെ പാർട്ടാകാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് വാക്ക് ഇൻ ചെയ്തപ്പോൾ ഡയറക്ടർ ഇരിക്കുന്നു, അല്ലെങ്കിൽ വലിയ സ്റ്റാർ കാസ്റ്റ് വാല്യൂസ് ഉള്ള ആക്ടേഴ്സ് ഇരിക്കുന്നു. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്?
ആദ്യ സമയം ജോണി ആദ്യ സമയം കുറച്ചൊക്കെ നമുക്ക് സ്ട്രഗിൾ ഉണ്ടായിരിക്കും, ബിക്കോസ് നമ്മൾ വന്ന് കയറിയിട്ടേ ഉള്ളൂ. ആൻഡ് ബീങ് എ ഫീമെയിൽ ഡിസൈനർ ആൻഡ് ഓൾ, ഐ ഹാഡ് മൈ ടഫ് പാർട്ട് ആക്ച്വലി, ബിക്കോസ് ഇന്ന് മാറാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉള്ളതിലാണ് നമ്മളെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇപ്പം അങ്ങനെ അല്ല. ഇപ്പം ആക്ച്വലി വി ഹാവ് ദ വോയിസ് ആൻഡ് ദേ റെസ്പെക്ട് us ആക്ച്വലി ഇൻ ദാറ്റ് കേസ്. ആക്ച്വലി നമ്മൾ പറയാറുണ്ട്, നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്, ബിക്കോസ് നമ്മൾ ഫീമെയിൽസ് വി ഹാവ് അവർ ഓൺ ഇഷ്യൂസ് ആക്ച്വലി. അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ അവർ ചെയ്തു തരാറുണ്ട്. എന്നാലും മാറണം, ഇനിയും മാറാനുണ്ട് ആക്ച്വലി. അപ്പോൾ ലൈം ലൈറ്റിൽ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഇറ്റ്സ് ലൈക്ക് വി ആർ ഇൻ എ ലൈം ലൈറ്റ് ആൻഡ് വി ആർ ഇൻ എ സെലിബ്രിറ്റി തിങ്, ബട്ട് വി ഹാവ് അവർ ഓൺ ടഫ് പാർട്സ് ഓൾസോ ആക്ച്വലി. ഇതും ഞാൻ വളരെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നതാണ്. ഇപ്പം ഡയറക്ടർ പറയും ഇങ്ങനൊരു കോസ്റ്റ്യൂമാണ് വേണ്ടത്, അല്ലെങ്കിൽ ആ മൂവിക്ക് ഇങ്ങനൊരു കോസ്റ്റ്യൂം ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഒരു ആക്ട്രസ് അല്ലെങ്കിൽ ഒരു ആക്ടർ അദ്ദേഹത്തിന് അത് അൺകംഫർട്ടബിൾ ആണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ പെട്ടുപോയിട്ടുള്ള എന്തെങ്കിലും കേസ് ഉണ്ടോ, ലൈക്ക് ടു കൺവിൻസ് ദറ്റ് പേഴ്സൺ? പക്ഷേ എന്നാൽ അതിനെ കുറിച്ചൊന്ന് ഷെയർ ചെയ്യാമോ? Okay, fine. The thing is, again, we build characters. We bring characters actually, right? So some people like ചില സമയത്ത് മറന്നു പോകും, അവർ ക്യാരക്ടർ ആവല്ല, അവരായിട്ട് തന്നെ അവിടെ നിൽക്കുമ്പോൾ ഇത് കൺവിൻസ് ചെയ്യാൻ ഇച്ചിരി പാടാണ് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ. ബിക്കോസ് വിഷ്വൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ഒരു ക്യാരക്ടറിൻ്റെ ഡയറക്ടർ പറഞ്ഞ് കിട്ടിക്കഴിഞ്ഞ ക്യാരക്ടർ നമ്മൾ ഡെലിവർ ചെയ്യാൻ പോകുമ്പോൾ അത് മേ ബി കുറച്ച് പ്രോസസ്സിലൂടെ പോയ മെറ്റീരിയൽ ആയിരിക്കും. ഇറ്റ് ഈസ് നോട്ട് എ വോൺ ആൻഡ് നമ്മൾ എവിടെന്നെങ്കിലും എടുത്തുകൊണ്ട് വരുന്നതായിരിക്കില്ല, നമ്മൾ പുതിയത് മേടിച്ചിട്ട് പഴക്കിയെടുക്കുന്നതാണ് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആർട്ടിസ്റ്റ് ചില സമയത്ത് കൺവിൻസ് ആവാൻ ബുദ്ധിമുട്ട് കാണിക്കും ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ. ബട്ട് മോസ്റ്റ് ഓഫ് ദം ലൈക്ക് ടൊവിയൊക്കെസ് ജമ്മാണ് ശരിക്കും പറഞ്ഞാൽ. ആയിട്ടിരിക്കുന്ന കുർത്താളെല്ലാം കോറയിൽ കളർ ചെയ്ത് കൊടുക്കുന്നതാണ്. ഹീ പേഴ്സണലി ഓൾസോ ആസ്ക് മീ എനിക്ക് കളർ ചെയ്ത് തരാൻ പറഞ്ഞിട്ട്. സോ അങ്ങനെ ആർട്ടിസ്റ്റ് ഉണ്ട്. ചില സ്ഥലത്ത് ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ അവർക്കത് ലൈക്ക് പുതിയ ക്യാരക്ടറിനെ മനസ്സിലാവാണ്ട്, അപ്പം അതുകൊണ്ട് വരുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ബട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാറുണ്ടോ? എൻഡ് ഓഫ് ദ ഡേ വി ഹാവ് ടു ഹാൻഡിൽ ഇറ്റ്, ബിക്കോസ് നമ്മൾ വിജയിക്കുക എന്ന് വെച്ചാൽ ക്യാരക്ടറിനെ കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ മെയിൻ ടാസ്ക്. അത് നമ്മൾ എന്തായാലും ചെയ്തെടുക്കാറുണ്ട് ആക്ച്വലി. പിന്നെ നമ്മൾ എപ്പോഴും കോസ്റ്റ്യൂം ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടെ നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കും. എന്നുവെച്ചാൽ ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ ചെയ്യും, അറ്റ് ദ സെയിം ടൈം ദ മെറ്റീരിയൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ആ ആർട്ടിസ്റ്റ് ഒരു ത്രൂ ഔട്ട് ഇടേണ്ട ഒരു മെറ്റീരിയൽ ആയിരിക്കാം. ഹി ഓർ ഷീ ഷുഡ് ബി വെരി കംഫർട്ടബിൾ ഇൻ ദാറ്റ് ആക്ച്വലി. അല്ലെങ്കിൽ അയാൾക്ക് അത് ഡെലിവർ ചെയ്യാൻ പറ്റത്തില്ല, പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. മൈറ്റ് ബി ലൈക്ക് ഇച്ചിയോ റാഷസോ വരുന്നു എന്ന് പറഞ്ഞാൽ ഹി വിൽ ബി അൺകംഫർട്ടബിൾ ആൻഡ് ഡയറക്ടറിന് വേണ്ടത് അയാൾക്ക് ഓൺ സ്ക്രീൻ തരാൻ പറ്റത്തില്ല. സോ ഐ ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത്. ബട്ട് ഇതുപോലെ ചില കാര്യങ്ങൾ ചിലർക്ക് ക്യാരക്ടർ മനസ്സിലാവാണ്ട് ദേ ബിഹേവ്, അത് പിന്നെ ഫൈനലി നമ്മുടെ തന്നെ ഇതിൽ നമ്മൾ കൊണ്ടുവരാറുണ്ട് ആക്ച്വലി.